ഷർട്ടിടാതെ ആംബുലൻസിൽ നിന്ന് ആശുപത്രിയിലെത്തിയ ഡ്രൈവറുടെ വീഡിയോ കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്തിരുന്നു. തൃശൂർ ചാവക്കാട് ചേറ്റൂർ സ്വദേശിയായ അജ്മലായിരുന്നു ആ ഡ്രൈവർ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തൃശൂർ ചാവക്കാട് ചേറ്റൂർ സ്വദേശിയായ അജ്മലായിരുന്നു ആ ആംബുലൻസ് ഡ്രൈവർ. തളിക്കുളത്ത് ആംബുലൻസ് നിർത്തിയിട്ട ശേഷം കേൾക്കുകയായിരുന്നു. ആംബുലൻസ് വൃത്തിയാക്കുന്നതിന് ഇടയിലായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അദ്ദേഹത്തെ വിളിച്ച് തന്റെ സഹോദരൻ ടെറസിൽ നിന്ന് വീണിട്ടുണ്ട് എന്നും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അർജന്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അജ്മലിന് ആ കോള് വരുന്നത്. ഒന്നും തന്നെ നോക്കിയില്ല. അദ്ദേഹം ഷർട്ട് പോലും എടുത്തിടാതെ കിട്ടിയ സമയം കൊണ്ട് ആംബുലൻസ് എടുത്ത് അദ്ദേഹം പുറപ്പെടുകയാണ്. ആ സമയത്ത് തന്നെ 16-കാരനെ അവിടെ നിന്ന് കിട്ടിയ വണ്ടിയിൽ ആ വീട്ടുകാർ തളിക്കുളത്ത് അദ്ദേഹത്തിന്റെ ആംബുലൻസിന്റെ അടുത്തേക്ക് എത്തിക്കുകയും അതിൽ നിന്ന് എടുത്ത് ആംബുലൻസിൽ കയറ്റിയ ശേഷം MI ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി അദ്ദേഹം കുതിക്കുകയുമായിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതുപോലെ തന്നെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത. എന്നാൽ അദ്ദേഹത്തിന് പറ്റിയ പരിക്ക് അത്രമാത്രം ഗുരുതരമായിരുന്നില്ല, എങ്കിലും വലിയ പരിക്കുകളൊക്കെ അദ്ദേഹത്തിന് പറ്റി. എന്നാലും ആശുപത്രിയിലെ CCTVയിൽ പതിഞ്ഞ ഷർട്ടിടാത്ത ആ ആംബുലൻസ് ഡ്രൈവറിന്റെ ചിത്രങ്ങൾ അജ്മൽ തന്നെ അവിടുന്ന് വാങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവെക്കുകയായിരുന്നു. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ലക്ഷങ്ങളാണ് ആ വീഡിയോ കണ്ടത്. ആ വീഡിയോ വളരെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം അനുമോദനങ്ങളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു ഈ അജ്മലിനെ തേടി എത്തിയത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അജ്മൽ എന്ന് പറയുന്നത് നാട്ടുകാരുടെ എല്ലാവരുടെയും ഹീറോ ആയി മാറിയിരിക്കുകയാണ്. അജ്മലിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യമായി ഒന്ന് കേൾക്കാം. എനിക്ക് ഓൾറെഡി ഞാനൊരു ഓട്ടം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വണ്ടി ആയതുകൊണ്ട് ഉണ്ടായിരുന്നാണ്. ആ സമയത്താണ് സച്ച് വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ അനുയോജിക്കാൻ തിരവയ്യ മോളിൽ നിന്ന് വീണതാന്ന് പറഞ്ഞു. അപ്പം ബാക്കിലും അതുപോലെ തന്നെ തലക്കും ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, നീ പെട്ടെന്ന് വായെന്ന് പറഞ്ഞു. പക്ഷേ അവൻ അങ്ങനത്തെ രീതിയിലാണ് എന്നെ വിളിച്ചത്. കാരണം അപ്പോൾ പെട്ടെന്ന് വിളിച്ച് വേമ്പാട്ടാന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് അങ്ങോട്ട് എത്തിയത് നമ്മളവിടെ. അന്ന് എന്താ പറയാ, ഇത്ര ലോങ് ഡിസ്റ്റൻസിലാണ്, സെക്കൻഡ് ഫ്ലോറിലാണ് റൂം. അപ്പോൾ അടിയിൽ നിന്ന് ഞാൻ ആ മോളിലേക്ക് പോകാനുള്ള സമയം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് എത്താം. അതാണ് ഞാൻ അങ്ങനെ തന്നെ ഷട്ടറാണ്ട് പോയത്. അപ്പോൾ അജ്മൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു ആളെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ആംബുലൻസ് കയറുന്ന സമയത്താണ്, തളിക്കുളത്ത് വെച്ച് കയറുന്ന സമയത്താണ് അദ്ദേഹത്തിന് തന്റെ കൂട്ടുകാരന്റെ ഒരു കോൾ പെട്ടെന്ന് കിട്ടുന്നത്. അദ്ദേഹം എടുത്തുപാടെ തന്നെ തന്റെ സഹോദരൻ ടെറസിന്റെ രണ്ടാമത്തെ തട്ടിൽ നിന്നും താഴെ വീണു എന്ന് കേൾക്കുമ്പോൾ ഷർട്ടിടാൻ പോലും അദ്ദേഹം മറന്നു. അദ്ദേഹത്തിന് ആ സമയം കൊണ്ട് അവിടെ എത്താം എന്ന് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഡ്യൂട്ടിയിലെ അദ്ദേഹത്തിന്റെ ആ കാര്യക്ഷമതയെ ആൾക്കാർ ഇപ്പോൾ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ്. തന്റെ സ്വന്തം ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ മറ്റുള്ള ജീവന് വേണ്ടി ഓടുന്ന ആൾക്കാരാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാർ. അവരുടെ മനോധൈര്യത്തെ നമ്മൾ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവില്ല. ഇത് തന്നെയാണ് നമ്മൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെയായാലും ഈ ആംബുലൻസ് ഡ്രൈവറുടെ ജീവിതം എങ്ങനെയാണ്. അവർ അവരുടെ ജീവിതത്തെയോ അവരുടെ ഡ്രസ്സിനെയോ അവരുടെ സൗന്ദര്യത്തെയോ ഒന്നും തന്നെ അവർ യാതൊരു കാരണവശാലും അവർ ഗൗനിക്കാറില്ല. അന്യരുടെ ജീവിതം എന്താണോ അവർക്ക് പറ്റിയത്, അവരുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാം എന്ന് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചത്. നൊടിയിടയിൽ അദ്ദേഹം ആംബുലൻസ് എടുത്ത് പറത്തി MI ഹോസ്പിറ്റലിൽ എത്തുന്നതും അവിടെ നിന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. CCTV ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇറങ്ങി കണ്ടില്ലേ, ഷർട്ടിടാതെ ആ പാന്റ് മാത്രം ഇട്ടുകൊണ്ട് അദ്ദേഹം ഞൊടിയിടയിൽ സ്ട്രെച്ചർമേൽ കയറ്റിക്കൊണ്ടിട്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് തള്ളിപ്പായുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമം വൈറലായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ മനസ്സ് തീർച്ചയായിട്ടും വളരെ എത്ര നമ്മൾ അഭിനന്ദിച്ചാലും അദ്ദേഹത്തെ മതിയാവില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. അതായിരിക്കണം ആംബുലൻസ് ഡ്രൈവർ എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും മനസ്സ് ഇത്രയ്ക്ക് ശുദ്ധമാണെങ്കിൽ, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ ശ്രദ്ധാലുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരുടെ ജീവൻ പെട്ടെന്ന് തന്നെ രക്ഷിക്കാനും അതുപോലെ തന്നെ അവർക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും വേണ്ടി സാധിക്കും. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് അദ്ദേഹത്തിന്റെ ജോലിയിൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ പ്രകാശം ചൊരിയാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് അജ്മലിനെ നമ്മളും അഭിനന്ദിക്കുകയാണ്. ഇതുപോലത്തെ വീഡിയോകളാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കേണ്ടതും. അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ നമുക്ക് മറ്റാൾക്കാരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വീശാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രചോദനം ആവുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് കോമഡി വീഡിയോകളും അതുപോലെ തന്നെ വേണ്ടാത്ത മറ്റ് വീഡിയോകൾ നമ്മൾ ഷെയർ ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരം വീഡിയോകൾ മറ്റാർക്കെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഞാനും ഇതുപോലെ ഒന്ന് ചെയ്യട്ടെ എന്നെങ്കിലും തോന്നിയിട്ട്
അവരുടെ ജീവിതത്തിൽ അവർ എന്തെങ്കിലും ഇങ്ങനത്തെ നല്ല ഒരു ഉപകാരപ്രദമായ ഒരു പരിപാടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ ജീവൻ അതിൽ കൂടെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ആൾക്കാർ ഇപ്പോൾ ഈ ആംബുലൻസ് ഒക്കെ പോകുന്ന സമയത്ത് റോഡിന്റെ മുന്നിൽ നിന്ന് ബൈക്കിലും അതുപോലെ തന്നെ കാറിലും എല്ലാം സർക്കസ് കളിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ആംബുലൻസിലെ ഡ്രൈവർമാരാണ് പുറകിൽ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ഒരു മനസ്സ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് മുമ്പിൽ എങ്കിലും അദ്ദേഹത്തെ ആ ഹോസ്പിറ്റൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പറക്കുന്നത്. അദ്ദേഹത്തിന്റെ വണ്ടിയുടെ സ്പീഡ് എത്രയാണ്, നമ്മൾ പോകുന്ന റോഡുകളിൽ ഒരുപാട് വാഹനങ്ങളുണ്ടോ, അതൊന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കുകയില്ല. അദ്ദേഹം പോകുന്ന പോക്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ, നിങ്ങളൊക്കെ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ കാറിലായാലും ബൈക്കിലായാലും നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് ഒരു 5 മിനിറ്റ് വൈകി പോയാൽ, ഒരു കല്യാണ പാർട്ടിക്കോ ഒരു കൂടലിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ പോവുകയാണെങ്കിൽ 5 മിനിറ്റ് വൈകിയത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു നഷ്ടവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. എന്നാൽ 1 മിനിറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്തരം ആളുകളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. നമുക്ക് നമ്മുടെ ചെറിയ ഒരു സഹകരണം കൊണ്ട് നമുക്ക് മറ്റൊരാളുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞാൽ അതിലും മഹോത്മരമായ ഒരു പ്രവർത്തനവും ലോകത്തിൽ വേറെയില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ വാഹനവുമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ റോഡിൽ നിന്നോ മറ്റോ ഇങ്ങനത്തെ ആംബുലൻസുകളും മറ്റു വാഹനങ്ങളും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 മിനിറ്റ് നമ്മൾ നമ്മുടെ വാഹനത്തെ ഒരു സൈഡിലേക്കൊന്ന് പാർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ഒതുക്കി കൊടുത്തുകൊണ്ടെങ്കിലും നമ്മൾ അവരോട് മാക്സിമം സഹകരിക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് വളർന്നു വരുന്ന തലമുറയിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത്തരം ഡ്രൈവർമാരെ ഇനിയും നമുക്ക് കാണാനും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് സന്തോഷം പങ്കിടാനും കഴിയട്ടെ. ഇനിയും ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ രക്ഷിച്ചെടുക്കാൻ ഈ അജ്മലിനും അതുപോലെ തന്നെ മറ്റ് വ്യക്തികൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവന് യാതൊരു വിലയുമില്ലാതെ മറ്റുള്ളൊരു ജീവന് വേണ്ടി പായുന്ന എല്ലാ ആംബുലൻസ് ഡ്രൈവർമാർക്കും ഒരു ബിഗ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.